മെയ് 5-ാം തീയതി ആയപ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്നില്ല. ആയുർവേദം എല്ലാം പോവും, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 5 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ ഫിസിക്കൽ കെമിസ്ട്രി കൈ നിൽക്കത്തുള്ളൂ. ഓൺലൈൻ ക്ലാസ് ഒരു വഴിക്ക് അടിപൊളിയായിട്ട് നടക്കുന്നു, ഞാൻ ഒരു വഴിക്ക് നടക്കുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം ഒക്കെ എഴുതിയപ്പോൾ എനിക്ക് ഏറ്റവും താഴെ റാങ്കും മാർക്കും ഒക്കെ. അങ്ങനെ എന്ന് വെച്ചാൽ കുറെ ടോപ്പേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ആക്കിയില്ല. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ള ഒരു മെന്റലി ഞാൻ സെറ്റായി. പിന്നെ ഞാൻ അതിനെപ്പറ്റി മൈൻഡേ ചെയ്തില്ല. അങ്ങനെ എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് വന്നു, എൻട്രൻസ് എക്സാമിന്റെ ദിവസം വന്നു, എക്സാം എഴുതി, നല്ല രീതിയിൽ പൊട്ടി. എനിക്ക് കറക്റ്റ് കട്ട് ഓഫ് മാർക്ക് 127 128 അത്ര എന്തോ ആയിരുന്നു ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് വന്ന മാർക്ക്. അങ്ങനെ കറക്റ്റ് കട്ട് ഓഫ് മാർക്ക് ആയിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്രയോ കറക്റ്റ് കട്ട് ഓഫിൽ എന്തോ ആയിരുന്നു എൻ്റെ മാർക്ക്. ഒന്നും പഠിക്കാതെ പോയി എക്സാം ജയിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കായി. അപ്പൊ എന്തായാലും റിപ്പീറ്റ് ചെയ്താൽ കിട്ടും, കൺഫേം ആയിട്ടും കിട്ടും. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഒരു മാസത്തോളം എന്തോ കഴിഞ്ഞപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ പാലാ ബ്രില്യൻറ്റിൽ 2023 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തു. ഇൻഫന്റ് ജീസസ് ഹോസ്റ്റലിലായിരുന്നു എനിക്ക് ഹോസ്റ്റൽ കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇൻഫന്റ് ജീസസ് ഹോസ്റ്റലിലേക്ക് ചെന്നു. എനിക്കിപ്പോഴും എൻ്റെ റിപ്പീറ്റേഴ്സ് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഓർക്കണ്ട എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു റിപ്പീറ്റേഴ്സ് കാലഘട്ടം. പക്ഷെ ഭയങ്കര പ്രഷറായിരുന്നു. ഞാൻ ഒരു ഇത് തരാം. ഞാൻ ഫസ്റ്റ് ഓഗസ്റ്റ് മാസം ക്ലാസ്സിലേക്ക് ചെല്ലുക, ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ചെല്ലുക. ഞാൻ എൻ്റെ റൂമിൽ കയറിയപ്പോഴത്തേനും 2 റൂംമേറ്റ്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരായിരുന്നു ഒരു റൂമിൽ. ഞാൻ ചെല്ലുന്ന ടൈമിൽ കണ്ട കാഴ്ച, എൻ്റെ റൂംമേറ്റ്സ് 2 പേരും പഠിക്കുക. അവർ 2 പേരും 2 കട്ടിലയിൽ 2 ബുക്കും തുറന്ന് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ക്രാഷ് കോഴ്സിന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം എന്ന് വെച്ചാൽ ഒരു 3-4-5 മാസം എനിക്ക് നീറ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ വിലയോ എന്നുവെച്ചാൽ നീറ്റ് എക്സാം ഇത്ര ടഫാ ഇതാ ഞാൻ ഭയങ്കര കൂളായിട്ട് പോയി എഴുതിയതായിരുന്നു നീറ്റ് എക്സാം, ഫസ്റ്റ് നീറ്റ് എക്സാം. പിന്നെ ഒരു ടെൻഷനും ഇല്ല, ഒന്നും വലിയ ഇതൊന്നും ഇല്ലാതെ ഭയങ്കര കൂളായിട്ട് നടന്നു. ഫസ്റ്റ് ഡേ ഞാൻ പോയി റിപ്പീറ്റേഴ്സിന് ജോയിൻ ചെയ്ത് ഞാൻ ഫസ്റ്റ് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഇവന്മാരെടുത്ത് പഠിക്കുക കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി. ഞാൻ മാത്രം പഠിക്കുന്നില്ലല്ലോ, ബാക്കി എല്ലാവരും ഭയങ്കര പഠിത്തമാണ്, അവർ ഒരു ടൈം പോലും വിടാതെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള ടെൻഷനിൽ ഓക്കെ ഞാൻ ഈ മുതൽ ഇവിടാണ്, അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഹോസ്റ്റലിലേക്ക് കയറി. അങ്ങനെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂം ഒരു ചെറിയ റൂമായിരുന്നു. 3 പേർക്ക് കിടക്കാൻ പറ്റില്ല റൂമിൽ. എന്ന് വെച്ചാൽ 3 പേര് കട്ടിലിട്ട് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും ഇട ഉണ്ടാവത്തില്ല. ഒരു ചെറിയൊരു ജനലും ഉണ്ടായിരുന്നു റൂമിൽ. ഭയങ്കര ഒരു ബിഗ് ബോസ് ഫീൽ ആയിരുന്നു. ടൈമൊന്നുമില്ല, ഞങ്ങളുടെ ചെറിയ ക്ലോക്ക് ഒന്നും ഇല്ല. നമുക്കൊരു ചെറിയ ടാബ് കിട്ടും. ആദ്യം ആ ടാബും ഇല്ലായിരുന്നു, കുറച്ച് ബുക്സും ഈ 3 ആൾക്കാരും. അവന്മാര് റൂമിന്റെ വാതിലും അടയ്ക്കും, ജനലും അടയ്ക്കും. ഞാൻ ഒരു ഡേ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, കഴിക്കാൻ പോകുന്നു, വന്നിരുന്ന് പഠിക്കുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നു, വന്നിരുന്ന് പഠിക്കുന്നു. വൈകിട്ട് ചായ കുടിക്കാൻ പോകുന്നു, വന്നിരുന്ന് പഠിക്കുന്നു. എന്നിട്ട് രാത്രി കഴിക്കാൻ പോകുന്നു, വന്നിരുന്ന് പഠിക്കുന്നു. ഈ ടൈം ഇങ്ങനെ പോകുന്നു, നമ്മൾ അറിയുന്നതേ ഇല്ല. കറക്റ്റ് ഒരു ബിഗ് ബോസ് സംഭവം, കറക്റ്റ് ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് പെട്ട ഒരവസ്ഥ. അവിടെ ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്, സംസാരമുണ്ട്, അതുപോലും ഇല്ലാതെ ഭയങ്കര ഒരു എയർ സർക്കുലേഷൻ പോലും ഇല്ലാത്തൊരു സ്പേസിലിരുന്ന് പഠിത്തം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതുപോലെ ഇരുന്ന് പഠിച്ചിട്ടും ഇല്ല. എന്നുവെച്ചാൽ എല്ലാവരും പഠിക്കുമ്പോൾ നമുക്കും പഠിക്കണം എന്നൊരു തോന്നലുണ്ടല്ലോ. ഞാനും ഒരു മൂലയ്ക്ക് ഇരുന്ന് പഠിച്ചു. ബ്ലാങ്ക് ഭിത്തിയിൽ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാണോ എന്താ ഒരു സിറ്റുവേഷൻ എന്ന് അറിയത്തില്ല. ഭയങ്കര വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഉറപ്പിച്ച 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും ഓൺലൈനിലേക്ക് പോകരുത്, പിന്നെ വീട്ടിലേക്ക് തിരിച്ചും വരരുത്. കാരണം ഓൺലൈനിൽ നിന്നാൽ ഞാൻ പഠിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ കുറച്ച് ക്രാഷ് കോഴ്സ് ചെയ്ത ടൈമിൽ ഓൺലൈൻ ഒരു വശത്ത് നടക്കുന്നു, ഞാൻ പഠിക്കുന്നില്ല. വീട്ടിൽ എന്തായാലും ഇരുന്ന ഓൺലൈൻ ക്ലാസ് നടക്കൂല. അപ്പൊ എന്തായാലും ഓൺലൈനിലേക്ക് മാറരുത്, വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ പഠിക്കത്തുമില്ല. എങ്ങനെയും ഹോസ്റ്റലിൽ സർവൈവ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. പക്ഷെ ഹോസ്റ്റലിൽ ഒരു രക്ഷയില്ല. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് തിങ്കൾ ബുധൻ ശനി മാത്രമേ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ വീട്ടിലേക്കും വിളിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുക, ഭയങ്കര സ്ട്രെസ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം നിന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഡേ ഞാൻ ചോറ് പോലും ഉണ്ടില്ല. അവിടെ ചെന്നിട്ട് എനിക്ക് ചോറ് പോലും ഉണ്ണാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ സ്ട്രെസ്സായിരുന്നു, നല്ല രീതിയിൽ സ്ട്രെസ്സായിരുന്നു. ഉറക്കം വന്നിട്ടില്ലായിരുന്നു, ഉറക്കവും വരുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല. പക്ഷെ എങ്ങനെയും നിൽക്കണം. അങ്ങനെ
ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം കമ്പനിയായി, ഹോസ്റ്റലായിട്ട് അഡ്ജസ്റ്റ് ആയി. ഹോസ്റ്റലിൽ എല്ലാവരും എന്ന് വെച്ചാൽ ഭയങ്കര പഠിപ്പികളോട് പഠിപ്പികൾ. നമുക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+, നമ്മൾ ഭയങ്കര ടോപ്പ്. എന്നാൽ നാട്ടുകാരുടെ ഒരു വെപ്പ് തന്നെ നമുക്ക് ഫുൾ A+ നമ്മൾ ഈ ഒരു ഹൈറ്റിലാണ് നിർത്തുന്നത്. നമ്മളൊക്കെ എല്ലാം അറിയാം, നമ്മൾ ഇതാണ് നമുക്ക് എൻട്രൻസോടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഉള്ളൊരു സംഭവം. നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞ് എൻട്രൻസിന് പോയി ചേർന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ളൊരു ഹൈപ്പിൽ നമ്മൾ ചെന്ന് കയറുന്നു. ഓരോ ജില്ലയിലെ പഠിപ്പികളും ഓരോ ജില്ലയിലെ ഓരോ സ്ഥലത്തെ പഠിപ്പികളും കൂടി ചേരുന്നൊരു സ്ഥലമാണ് ബ്രില്യന്റ്. അത് മനസ്സിലാക്കുക. ഇപ്പം ആലപ്പുഴ ജില്ല എടുത്ത് അവിടെ ഒരു 90 സ്കൂൾ ഉണ്ടെങ്കിൽ ആ 90 സ്കൂളിലെയും 90 പഠിപ്പികളും ബ്രില്യന്റിലേക്കാണ്. അങ്ങനെ എല്ലാ ജില്ലയിലെ എല്ലാ പഠിപ്പികളും വന്ന് ചേരുന്ന ബ്രില്യന്റിലേക്ക് ഞാനും ഒരു ചെറിയ പഠിപ്പി എന്ന രീതിയിലേക്ക് ചെന്ന് കയറി ചെല്ലുന്നു. ഞാനൊരു ചെറിയ പഠിപ്പി, വലിയ പഠിപ്പില്ല, ചെറിയ പഠിപ്പി. ആ ചെറിയ പഠിപ്പിയും ചെന്ന് കയറുന്നു. പിന്നെ ഹോസ്റ്റലിലെല്ലാം നല്ല അടിപൊളി പഠിപ്പികളാണ്. അപ്പൊ എല്ലാരും പഠിച്ച് ഞാനും ആ ഒരു മൂലക്കിരുന്ന് പഠിക്കുന്നു. ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രില്യന്റിലെ എക്സാം വരുക. എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ, എനിക്ക് ഭയങ്കര പ്രതീക്ഷ, എനിക്ക് നല്ല മാർക്ക് കിട്ടും, ഞാൻ എല്ലാം പഠിച്ചു. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ഫുള്ള് വായിച്ചു, എന്തൊക്കെയോ ഞാൻ പഠിച്ചു. എന്നാലും എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ പോയി എക്സാം എഴുതി. ഞങ്ങൾക്ക് 500 എന്തോ 520 എന്തോ ആയിരുന്നു തോന്നുന്നു എക്സാം. ഫസ്റ്റ് എക്സാം എന്തോ 500 സംതിങ് എന്തോ എക്സാം ആയിരുന്നു. എനിക്ക് കിട്ടിയ 300 മാർക്ക്. അടിപൊളി. ഫസ്റ്റ് എനിക്ക് 500+ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ 300ലേക്ക് എത്തിയപ്പോൾ ഫുൾ തകർന്നു, തെരിപ്പണമായി. പക്ഷെ എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്യരുത്, നമ്മൾ ഡീമോട്ടിവേറ്റ് ആയി പോകും, ഭയങ്കര സ്ട്രെസ് എടുത്ത് വെക്കരുത് എന്നുള്ളൊരു സംഭവം എന്റെ മൈൻഡിലുണ്ടായിരുന്നു. എന്റെ റൂംമേറ്റ്സിന് 400+, 450+ മാർക്ക്, 500 മാർക്കൊക്കെ എന്റെ റൂംമേറ്റ്സിന് ഉണ്ടായിരുന്നു. എനിക്ക് 300. എനിക്കായിരുന്നു തോന്നുന്നു ക്ലാസ്സിലെ ഏറ്റവും കുറവ് മാർക്ക്, 300 മാർക്ക്. അങ്ങനെ മറ്റുള്ളവരുടെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്യരുത്, കമ്പയർ ചെയ്താൽ സ്ട്രെസ് ആകും എന്നുള്ളൊരു സംഭവം എന്റെ മൈൻഡിൽ വന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യാനേ പോയിട്ടില്ല. ഞാൻ ഭയങ്കര ചില്ലായിട്ടാണ് നടന്നത്. ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിഗ്രറ്റും ഇല്ലായിരുന്നു. ഇപ്പൊ കിട്ടത്തില്ല, ഇപ്പം നല്ല മാർക്കുള്ളവർക്കൊക്കെ ഫൈനലാകുമ്പോൾ കുറഞ്ഞോളും, കുറഞ്ഞ മാർക്കുള്ളവർക്ക് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ കൂടിക്കോളും എന്നുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വെക്കരുത്. നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ നീറ്റാണെങ്കിൽ നമുക്ക് നല്ല കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഇപ്പം മറ്റുള്ളവർക്ക് മാർക്ക് കൂടുമ്പം ഡെഫിനറ്റ്ലി നമ്മൾ പേടിച്ചാൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. ആ ഒരു എനിക്ക് ഈ ഒരു എൻറ്റയർ നീറ്റ് ജേർണിയിൽ ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്, നമ്മൾ നന്നായിട്ട് കോമ്പറ്റീറ്റീവ് മൈൻഡിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡെഫിനറ്റ്ലി ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണല്ലോ. അപ്പൊ നമ്മൾ കോമ്പറ്റീറ്റീവ് മൈൻഡ് തന്നെ പഠിക്കണം. മറ്റുള്ളവർ ഇപ്പം നമ്മുടെ റൂംമേറ്റ്സിനെ വെച്ച് തന്നെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുക. നമ്മൾ പതുക്കെ കോമ്പീറ്റ് ചെയ്ത് ടോപ്പറിനെ വെച്ച് കോമ്പീറ്റ് ചെയ്യുക. അങ്ങനെ കോമ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് ഡെഫിനറ്റ്ലി കിട്ടത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ കോമ്പീറ്റ് ചെയ്തിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ കിട്ടുന്ന മാർക്ക് കിട്ടട്ടെ, ഓക്കെ. ഞാൻ അതിനെപ്പറ്റി ഓർത്ത് സ്ട്രെസ് അടിക്കുവോ അതിനെപ്പറ്റി ഓർത്ത് കരയുവോ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും എത്ര മാർക്ക് കിട്ടി, എത്ര കിട്ടി, അടുത്ത പ്രാവശ്യം ശരിയാക്കും, നമുക്ക് ഫൈനലിൽ വരുമ്പം എനിക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും എന്നുള്ളൊരു ഹോപ്പിൽ തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ബ്രില്യന്റിൽ ഒരുപാട് എക്സാം ഉണ്ടായിരുന്നു. വീക്ക്ലി എക്സാം ഉണ്ട്, A+ എക്സാം ഉണ്ട്, അങ്ങനെ കുറെ എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ബ്രില്യന്റിൽ. അതിനൊക്കെ പഠിക്കുന്ന ചിലതിന് എനിക്ക് 400, ഇപ്പം 720-ലാണെങ്കിൽ എനിക്ക് ചില എക്സാമിന് 500 മാർക്ക് വരുന്നു, ചിലതിന് 400, ചിലതിന് 300. ഫസ്റ്റ് ഒക്കെ എനിക്ക് 200 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് 300 ആയി, പിന്നെ 400 ആയി, പിന്നെ അത് 300, 400, 500 ആ ഒരു റേഞ്ച് തന്നെ നിൽക്കുന്നത്. അങ്ങനെ എനിക്ക് ആകെ കൂടെ ഒരു പ്രാവശ്യം എപ്പോഴായിരുന്നു, ഏതോ ഒരു മോഡൽ എക്സാമിന് മാത്രമാണ് 600+ വരുന്നത്. അങ്ങനെ 500, 300, 400 ഒറ്റ മോഡൽ എക്സാമിന് മാത്രമാണ് 600+ വന്നത്. അതും കറക്റ്റ് 601 എന്തോ ആയിരുന്നു. അത് ഭയങ്കര ഈസി എക്സാം ആയിരുന്നു. എനിക്ക് നല്ല റാങ്കും കുറവായിരുന്നു. ആ 601 വന്ന് 601 മാർക്ക് വന്നപ്പോൾ നല്ല റാങ്ക് കുറവുമായിരുന്നു. ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം 700, 720 കിട്ടിയ കുറെ പേരുണ്ടായിരുന്നു ആ എക്സാമിന്. 500 ഒക്കെ കുറച്ച് പ്രാവശ്യം, 400, 300 ആയിരുന്നു മെയിൻലി എന്റെ മാർക്ക്. അങ്ങനെ നമ്മൾ ബ്രില്യന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ക്ലാസ്സസ് വരുന്നു. ഓൺലൈൻ ക്ലാസ്, ബ്രില്യന്റിൽ തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. പിന്നെ ബ്രില്യന്റിന്റെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ +1, +2 ബോർഡ് എക്സാമിന് പഠിച്ച പോലെയല്ല, ഭയങ്കര എൻട്രൻസ് ലെവലിൽ അവർ ക്ലാസ്സസ് പോകുന്നത്. ഇപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോഴത്തേനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ, ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ബേസിൽ നല്ല ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ വന്ന ക്ലാസ് റേ ഓപ്റ്റിക്സ് ആണ്. ഫിസിക്സിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റേ ഓപ്റ്റിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ് വരുന്നത്. പിന്നെ ബയോളജി വരുന്നത് എന്തായിരുന്നു, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് ക്ലാസ് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ക്ലാസ് തീരുന്നത് ഏറ്റവും ലാസ്റ്റും ആയിരുന്നു.
ആ സാറ് ഇടയ്ക്ക് വന്ന് പ്ലാൻ ഗ്രോത്ത് പഠിപ്പിക്കും. സാറ് പിന്നെ കുറച്ച് മോട്ടിവേഷൻ തരും, സാറ് പോവും. പിന്നെ സാറ് ഓരോ 3 മാസം കൂടുമ്പോൾ സാറ് വരും, ആ ക്ലാസ് പഠിപ്പിക്കും. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തുടങ്ങിയ ക്ലാസ് തീരുന്ന ഏറ്റവും ലാസ്റ്റ് മന്തിലാണ് ആ ക്ലാസ് തീരുന്നത്. ഞങ്ങൾക്ക് കെമിസ്ട്രിയിൽ വന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ബേസിക് ചാപ്റ്റർ, ആ ചാപ്റ്റർ ആയിരുന്നു നമുക്ക് ഫസ്റ്റ് കെമിസ്ട്രി വന്നത്. അങ്ങനെ എൻട്രൻസ് ലെവലിൽ ഭയങ്കര ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ്സസ് ആയിരുന്നു. നമുക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു തേങ്ങ മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ എങ്ങനെയൊക്കെയോ മാസങ്ങൾ കഴിഞ്ഞു, ക്ലാസ്സസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആദ്യമൊക്കെ നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത് ഈ ക്ലാസ് എടുക്കും, അത് വന്ന് പഠിക്കും, അങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഞാനൊക്കെ തിയറി, നമ്മൾ കൂടുതലും പഠിച്ചുകൊണ്ടിരുന്ന തിയറി പഠിക്കുന്നു, ആ ക്ലാസ് എടുക്കുന്നു, അതിന്റെ തിയറി പഠിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും ഫസ്റ്റ് ആദ്യത്തെ 1 മാസം 2 മാസമൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രില്യന്റിന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി പാക്കേജ് ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഈ സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റഡി പാക്കേജ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെ 3 ലെവലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 3 ഒക്കെ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആ സ്റ്റഡി പാക്കേജ്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഞാൻ സ്റ്റഡി പാക്കേജ് നോക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റഡി പാക്കേജ് തുറന്നിട്ടേ ഇല്ല. വർക്ക് ബുക്കും കുറച്ചൊക്കെ ചെയ്യും, സ്റ്റഡി മെറ്റീരിയൽ കൂടുതലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ അവർ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ ചെയ്യും. ആദ്യത്തെ മാസമൊക്കെ അങ്ങനെ സ്റ്റഡി മെറ്റീരിയലും ഈ തിയറിയും ഒക്കെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ അങ്ങോട്ട് പോകും തോറും ക്ലാസ്സിന്റെ എണ്ണം കൂടുന്നു. ഓൺലൈനിലേക്കും കുറച്ച് ക്ലാസ് വരുന്നു, ഓഫ്ലൈനിലെ ക്ലാസ്, നമുക്ക് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമുക്ക് ബേസും ഇല്ല, അതാ മെയിൻ കാര്യം. അപ്പൊ കുറച്ച് പേരെന്ത് ചെയ്തു, ആ ക്ലാസ്സേ സ്കിപ്പ് ചെയ്തിട്ട് അവർ ഫസ്റ്റ് തൊട്ട് തന്നെ ബേസിൽ പോകാൻ തുടങ്ങി, ബേസ് ചാപ്റ്റേഴ്സ് നോക്കി പോകാൻ തുടങ്ങി. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ആ ഓളത്തിന് ചെയ്തുകൊണ്ടിരുന്ന പണ്ടോട്ടെ. പക്ഷെ എനിക്കത് മനസ്സിലായി, അങ്ങനെ ചെയ്താൽ മണ്ടത്തരമായിരിക്കും, അങ്ങനെ പോകരുതെന്നോർത്ത് ഞാൻ എന്ത് ചെയ്തു, ആ ക്ലാസിന്റെ ഫ്ലോയിൽ തന്നെ പോയി. പക്ഷെ എനിക്ക് എന്ത് പറ്റി, കുറെ ബാക്ക്ലോഗ്സ് വന്നു, കുറെ ക്ലാസ് പെൻഡിങ് വന്നു, കുറെ പഠിച്ചു തീർക്കാൻ പറ്റിയില്ല, അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നു. ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഐഡിയ ഇല്ല എങ്ങനെ പഠിക്കണ്ടേ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കുറെ എന്തൊക്കെയോ കാണിച്ചു വെച്ചു, എന്തൊക്കെയോ പഠിച്ചു. ലാസ്റ്റ് ടൈം ഒക്കെ ആയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനേ പറ്റിയില്ല, ക്വസ്റ്റ്യൻസിലേക്ക് കുറെ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറെ എന്ത് ചെയ്തു, തിയറി മാത്രം വായിച്ചു വെച്ചു, കുറെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചു, പിന്നെ കുറെ ഇക്വേഷൻസ് എഴുതി വെച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ യൂണിറ്റ് എക്സാം വന്നു. ഇങ്ങനെ 10 ചാപ്റ്റേഴ്സ് വെച്ച് യൂണിറ്റ് മോഡൽ എക്സാം വന്നു. എന്തൊക്കെയോ കുറച്ച് പഠിച്ചു, കുറെ ബാക്ക്ലോഗ്സ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഞാൻ ഇങ്ങനെ യൂണിറ്റ് എക്സാമിനെ ഫേസ് ചെയ്യാൻ നിൽക്കുന്നത്. ആദ്യം 10 ചാപ്റ്റേഴ്സ് വന്നു, ഭയങ്കര ഹെക്ടിക് ആയിരുന്നു 10 ചാപ്റ്റേഴ്സിന്റെ എക്സാം. ഞാൻ എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് കുറവായിരുന്നു, 200+ മാർക്ക് എന്തോ ആയിരുന്നു ഫസ്റ്റ് യൂണിറ്റ് മോഡൽ എക്സാമിന് വന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബ്രില്യന്റിലെ കുറച്ച് ക്ലാസ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കുറെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ കൂടുതലും ഞാൻ ബ്രില്യന്റ് ക്ലാസ് ഫോളോ ചെയ്തിരുന്നു, ഫിസിക്സ് വാല ഫോളോ ചെയ്തു, സൈലം ഫോളോ ചെയ്തു, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്ത്. സൈലത്തിന്റെ ഒക്കെ കുറെ ക്ലാസ് ഒക്കെ അടിപൊളി ക്ലാസ്, അവരുടെ കുറെ സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്രില്യന്റ് നിന്നുകൊണ്ട് തന്നെ സൈലത്തിൽ ക്ലാസ് ഒക്കെ കണ്ടു. സൈലത്തിന്റെ യൂട്യൂബ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ കുറെ ലൈവ് ഒക്കെ അടിപൊളി ലൈവുകളാണ്. ബ്രില്യന്റിന്റെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദ മൈ റിപ്പീറ്റർ ജേർണിയിലാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് റിപ്പീറ്റർ സ്റ്റുഡന്റ് പഠിക്കേണ്ടത് എന്നുള്ള സത്യാവസ്ഥ. സത്യമായിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ലാസ്റ്റ് നീറ്റ് എക്സാമിന് ഏകദേശം കുറച്ച് മാസങ്ങൾ, 1.5 മാസം, 1 മാസത്തോളം എന്തോ ഉള്ളൂ. ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിയറി എല്ലാം മാറ്റി വെച്ചിട്ട് ഞാനൊരു ബുക്ക് എടുത്തിട്ട് എനിക്കറിയാം എനിക്ക് ചിലപ്പോഴേ കിട്ടത്തുള്ളൂ, MBBS എന്തായാലും ചിലപ്പോഴേ എനിക്ക് കിട്ടൂ, ഇനി കിട്ടുന്നതിന് പോകാം, എന്തായാലും നമ്മൾ ഉഴപ്പണ്ട, നമുക്ക് കിട്ടുന്നതിന് പോകാം. എനിക്ക് ബയോളജി കുറച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രിയാണ് എന്റെ കയ്യിൽ നിന്ന് പോയി കിടക്കുന്നത്. എന്റെ ലാസ്റ്റ് ടൈമിൽ ഞാൻ എന്ത് ചെയ്തൊരു ബുക്ക് എടുത്തിട്ട്, ഫിസിക്സ് വാലയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എൻറ്റയർ ഫിസിക്സിന്റെ ഇക്വേഷൻസ് മാത്രം ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് ഇക്വേഷൻസ് പഠിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് ടൈമിൽ 1 മന്ത് കൂടെയുള്ള എക്സാമിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആ കൂടെ ബയോളജി വായിച്ചു. പിന്നെ കെമിസ്ട്രി എന്ത് ചെയ്തു, ഇനോർഗാനിക് കെമിസ്ട്രി എൻ്റെ കയ്യിൽ നിന്ന് പോയി, സത്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഇനോർഗാനിക് കെമിസ്ട്രി. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി അവിടെ വെച്ചിട്ട് ഓർഗാനിക് കെമിസ്ട്രി എടുത്തു, ഫിസിക്കൽ കെമിസ്ട്രി എടുത്തു. ഓർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്തു, എല്ലാ റിയാക്ഷൻസും ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചു. ബുക്കിൽ എഴുതി. പിന്നെ കുറെ നമുക്ക് പ്രയോറിറ്റി ഓർഡേഴ്സ് ഉണ്ടല്ലോ, ആ പ്രയോറിറ്റീസും ഞാൻ ബുക്കിൽ എഴുതി വെച്ചു. അതും പഠിച്ചു, എല്ലാ റിയാക്ഷൻസും പഠിച്ചു. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഇക്വേഷൻസും പഠിച്ചു, ക്വസ്റ്റ്യൻസ് ചെയ്തു. ബയോളജി ഡെയിലി വായിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ടൈം ആയപ്പം ബയോളജി വായിക്കാൻ ടൈം കിട്ടിയില്ല. ഞാൻ ഇക്വേഷൻസ് പഠിച്ച് ഒരു വിധത്തിൽ ഇക്വേഷൻസ് ഒക്കെ ഓക്കെ ആക്കി. കുറച്ച് കെമിസ്ട്രി പഠിച്ചു. അങ്ങനെ ബയോളജി ലാസ്റ്റ് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. പിന്നെ എക്സാമിന്റെ കുറച്ച്
ദിവസം മുമ്പ് നമ്മളെല്ലാം വീട്ടിലേക്ക് വന്നു പിന്നെ വീട്ടിലെ കുറച്ച് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. അങ്ങനെ ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രി സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കി ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും പിന്നെ ഫിസിക്സിന്റെ എല്ലാ മെയിൻ ഇക്വേഷൻസും പ്ലസ് 1 പ്ലസ് 2 ബയോളജി അത്യാവശ്യം ഒക്കെ വായിച്ചു. അങ്ങനെ മെയ് 7-ാം തീയതി ആയിരുന്നു എക്സാം. മെയ് 5-ാം തീയതി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെയ് 5-ാം തീയതി ആയപ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ബയോളജി ആയിരുന്നോട്ടൊന്നുകൂടെ വായിക്കാൻ എടുത്തു. പിന്നെ ഞാൻ ഓർത്തു ബയോളജി ഫുള്ളൊന്ന് വായിക്കാം, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഇക്വേഷൻസും വായിച്ച് എല്ലാം സെറ്റ് ആയിട്ടിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 5-ാം തീയതി ബയോളജി വായിച്ചു തുടങ്ങി. അങ്ങനെ ബയോളജി വായിച്ച് എനിക്ക് എല്ലാം ഫുൾ ഫോക്കസ് ചെയ്ത് വായിക്കാം, സെറ്റ് ആക്കാം എന്നുള്ള ഒരു മെന്റലി ഞാൻ ഓക്കെ ആയി അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ 5-ാം തീയതി വായിച്ചു തുടങ്ങി. 5-ാം തീയതി ഞാൻ ഫുൾ ഡേ കൊണ്ട് ബയോളജിയുടെ ഏകദേശം ഒരു 1/4 ഭാഗം ഞാൻ വായിച്ചു. അങ്ങനെ വായിച്ച് പിന്നെ ഞാൻ ഇക്വേഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് പിന്നെ 6-ാം തീയതി ആയി കഴിഞ്ഞപ്പം പിറ്റേ ദിവസം എക്സാം അല്ലേ. ഉയ്യോ, ഒരു രക്ഷയില്ല. എനിക്ക് എന്ത് ചെയ്താ ബയോളജി വായിച്ച് തീരുന്നില്ല. പ്ലസ് 2 ബയോളജി കുറച്ചുണ്ടല്ലോ വായിക്കാൻ. പ്ലസ് 1 ബയോളജി തീർന്നുമില്ല. ഞാൻ ഏകദേശം പ്ലാന്റ് ഫിസിയോളജി വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് 5-ാം തീയതി വെച്ചു. ആനിമൽ ഫിസിയോളജിയും പ്ലസ് 2 ബയോളജിയും കൂടെ എനിക്ക് 6-ാം തീയതി വായിക്കണം. അതുപോലെ കെമിസ്ട്രി ഫിസിക്സും വായിച്ചു തീർക്കണം. അങ്ങനെ ഒരു മണ്ടത്തരം എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ വായിച്ചു. ഞാൻ എന്ത് ചെയ്ത 6-ാം തീയതി എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആനിമൽ ഫിസിയോളജി വായിച്ചു കഴിഞ്ഞു, ബയോളജി റീപ്രൊഡക്ഷനും കഴിഞ്ഞു, ഫിസിക്സ് കെമിസ്ട്രി ഇക്വേഷൻ. പിന്നെ എനിക്ക് ടെൻഷൻ അടിച്ചു. ഞാൻ ഉച്ച കൊണ്ട് ആനിമൽ ഫിസിയോളജിയും കംപ്ലീറ്റ് ചെയ്തു, റീപ്രൊഡക്ഷനും കംപ്ലീറ്റ് ചെയ്തു. കെമിസ്ട്രി എടുത്തു, ബയോളജി ഒരു സൈഡിലേക്ക് വെച്ച് ഫിസിക്സ് കെമിസ്ട്രി എടുത്തു. ഫിസിക്സും കെമിസ്ട്രി ഞാൻ രാത്രി ഒരു 10-11 മണി കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ബയോളജി വായിക്കാൻ കിടക്കുക, ബാക്കിയുള്ള സംഭവങ്ങൾ ഫുൾ ബയോളജി വായിക്കാൻ കിടക്കുക. അങ്ങനെ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെയായി. ഞാൻ ഉറക്കം ഉളച്ചിരുന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എൻറ്റയർ ഡേ ഫ്ലോപ്പായി. ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് വെറുതെ ആയി. എല്ലാം പോവും, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കിടന്നുറങ്ങി ഏകദേശം ഒരു 6 മണിക്കൂറോളം ഉറങ്ങാൻ പറ്റി. എന്റെ സെന്റർ കായംകുളം സ്കൂളിലായിരുന്നു. എനിക്ക് റിപ്പോർട്ടിംഗ് ടൈം വന്നിട്ട് 12 മണി സംതിങ് എന്തോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിലും ഞാനിങ്ങനെ ബുക്കും വായിച്ചു ബയോളജി ഓരോ പേജ് വായിച്ചു. ഞാൻ ബാക്കി പ്ലസ് 2 വായിക്കുന്നത്. പക്ഷെ എനിക്ക് ബാക്കി നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്കെല്ലാം എന്റെ മൈൻഡിൽ നിന്ന് പോകുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. എല്ലാം പോയി, എല്ലാം ബ്ലാങ്ക് ആയി ഇങ്ങനെ ഇരിക്കുക. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം കുറെ പ്ലസ് 2 വായിച്ചു തീർക്കാൻ എങ്ങനെയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കാരണം എക്കോസിസ്റ്റം ഒക്കെ കുറെ വായിക്കാനുണ്ടല്ലോ, ഇക്കോളജി പോർഷൻസ് ഒക്കെ കുറെ വായിക്കാനുണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് കുറെ ഹൈലൈറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ വേഗം വായിച്ചു വിട്ട് ബയോളജി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഫിസിക്സ് എനിക്ക് ടെൻഷനായി. ഞാൻ ഫിസിക്സും വേഗം നോക്കി, കെമിസ്ട്രിയും വേഗം നോക്കി. കുറെ ആ ടൈം വരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്റെ റിപ്പോർട്ടിംഗ് ടൈം എടുക്കാറായി. അപ്പൊ ഞാൻ പ്ലാന്റ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻസ് എല്ലാം മറന്നുപോയി. ഇന്ന് എനിക്കൊരു ഭയങ്കര എന്തോ പോലെ പ്ലാന്റ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ഞാനിങ്ങനെ ആലോചിച്ചത് മറന്നുപോയി. അപ്പൊ വീണ്ടും ഞാൻ പ്ലാന്റ് ഹോർമോൺസ് നോക്കുന്നു, ഡൈജഷൻ നോക്കുന്നു, അങ്ങനെ എല്ലാം എന്തൊക്കെയോ ഞാൻ ചെയ്തു. ആ സമയത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, എന്തൊക്കെയോ ഞാൻ വായിച്ചു. എന്നിട്ട് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ടൈമായി. ഞാൻ പോയി റിപ്പോർട്ട് ചെയ്ത് എക്സാം എഴുതാൻ കയറി. അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ ബയോളജി വലിയ കുഴപ്പമില്ലാതെ ചെയ്ത് പോയി. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ആയപ്പം എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. എന്താണോ എന്തൊക്കെയോ ഭയങ്കര കുറെ ഇക്വേഷൻസ് ഒക്കെ മറന്നുപോയി. എനിക്കറിയത്തില്ല, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാത്തതിന്റെ പ്രശ്നമാണോ? അത് തന്നെ, ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാത്തതിന്റെ പ്രശ്നം തന്നെയായിരുന്നു എനിക്ക്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കുറെ കയ്യിൽ നിന്ന് പോയി, ബയോളജിയും കുറെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തായാലും MBBS എന്റെ കയ്യിൽ നിന്ന് പോയെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് MBBS കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇനി എന്തെങ്കിലും ഒരു ഗോഡ് മിറാക്കിൾ നടന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെങ്കിലും MBBSലേക്ക് എത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. എല്ലാ പിള്ളേരും അത്യാവശ്യം നല്ല സന്തോഷത്തിൽ, വലിയ കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു ആ ഇയറിൽ നടന്നത്. 2023 എക്സാം ഭയങ്കര ടഫ് ആയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാം കഴിഞ്ഞിറങ്ങി ഞാൻ വീട്ടുകാരെ ചെങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പാടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ചിലരൊക്കെ പറയുന്നത് നല്ല എക്സാം ആയിരുന്നു, എളുപ്പമായിരുന്നു. നന്നായിട്ട് പഠിച്ച പിള്ളേർക്ക് നല്ല എളുപ്പമായിരിക്കും. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് എളുപ്പമല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്തായാലും MBBS കിട്ടില്ല എന്നുള്ളൊരു മെന്റലി ഞാനിങ്ങനെ ഓക്കെ ആയി വരുക മെന്റലി. പക്ഷേ ദൈവമേ എനിക്ക് എങ്ങനെയും ഏതെങ്കിലും ഒരു അവസരത്തിൽ സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിലും MBBS കിട്ടണേ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. ലാസ്റ്റ് 1 മാർക്ക് 2 മാർക്കിനൊന്നും MBBS കിട്ടാതെ പോകരുതേ. കുറയുവാണെങ്കിൽ നല്ല രീതിയിൽ കുറയണം, കൂടുവാണെങ്കിൽ നല്ല രീതിയിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടാവണം എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എന്നാൽ ആ ഒരു റേഞ്ച് വന്ന് കിട്ടില്ല എന്നുള്ളൊരു പേടിയിൽ നിൽക്കരുതെന്ന് മാത്രമായിരുന്നു എനിക്ക്.
അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കൂട്ടി നോക്കി. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു റേഞ്ചിൽ തന്നെ എനിക്ക് മാർക്ക് വന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നോ ആ ഒരു റേഞ്ചിൽ തന്നെ എൻ്റെ മാർക്ക് വന്നു. ഞാൻ മനസ്സിലായി എന്തായാലും MBBS കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി എന്തെങ്കിലും ഒരു ഗോഡ് മിറാക്കിൾ നടന്നിട്ട് മാർക്ക് വല്ലതും കൂടിയാലേ കൂടത്തുള്ളൂ. ഞാൻ വിചാരിച്ചു നമുക്ക് MBBS കിട്ടില്ല. ഇപ്പം ഞാനിങ്ങനെ റിസർച്ച് തുടങ്ങി. എന്തായാലും ഇതിന് കിട്ടുന്ന എന്തിനേലും പോകണം എന്നുള്ളൊരു ഇതായിരുന്നു. എനിക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ അത്രയ്ക്ക് സ്ട്രെസ്ഡ് ആയിട്ടാണ്. വെച്ചാൽ ഒരിക്കലും റിപ്പീറ്റ് ഇനിയും ചെയ്യരുത്, ഒരിക്കലും നീറ്റ് എക്സാമിലേക്ക് ഇനിയും പോകണ്ട എന്നുള്ള മെന്റലി ഉറപ്പിച്ചിട്ടാണ് ഞാൻ ബ്രില്യന്റിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഇനിയും ഒന്നുകൂടെ എഴുതിയിരുന്നെങ്കിൽ സീരിയസ്ലി എനിക്ക് ഇപ്പൊ ഒന്നുകൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. എനിക്കറിയാം ഇപ്പൊ എങ്ങനെയാണ് ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ പോയ ടൈമിൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച്, ഈവൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈവൻ ഫിസിക്സ് പോലും ലൈൻ ബൈ ലൈൻ വായിക്കുമായിരുന്നു ഞാൻ. എന്ത് മണ്ടത്തരൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഒക്കെ ഞാൻ ലൈൻ ബൈ ലൈൻ വായിച്ചു. എന്തിനോ എന്തോ എനിക്കറിയില്ല. അപ്പം എന്നുവെച്ചാൽ NCERT ഫുൾ പഠിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ കിടക്കുമല്ലേ. അപ്പൊ നമ്മളെല്ലാം ലൈൻ ബൈ ലൈൻ വായിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കറിയാം എങ്ങനെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം, അതും നീറ്റ് പോലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇപ്പൊ എനിക്കറിയാം. അപ്പൊ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് കയറാം എന്ന് എൻ്റെ ചുറ്റുമുള്ളവർ പറഞ്ഞു. വീട്ടുകാരും ചുറ്റുമുള്ളവർ, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി എന്തായാലും എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, എനിക്ക് വയ്യ, ഞാൻ മടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ. കാരണം അതുപോലെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു ബ്രില്യൻ്റ് ലൈഫ്. അങ്ങനെ ലാസ്റ്റ് ഒരു മാസത്തിന് ശേഷം റിസൾട്ട് വന്ന് ഇങ്ങനെ അഡ്മിഷൻ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ് ഫുൾ ഗവൺമെന്റ് MBBS വെച്ച് കിട്ടും എന്നുള്ളൊരു ഹോപ്പിൽ ഇങ്ങനെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അങ്ങനെ ലാസ്റ്റ് മോപ്പപ്രോ ഉണ്ടായി. തേർഡ് അലോട്ട്മെന്റിൽ എനിക്ക് MBBS കിട്ടിയില്ല. അപ്പം ആയുഷിന്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആയുഷ് കൗൺസിലിംഗ് വന്ന ടൈമിൽ എനിക്ക് ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ എനിക്ക് BAMS അഡ്മിഷൻ കിട്ടി. ഞാൻ ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ പോയി ആയുർവേദത്തിന് ചേർന്ന് പിറ്റേ ദിവസം നമുക്ക് മോപ്പപ്പിന്റെ ഓപ്ഷൻ കൊടുക്കാനുള്ള ടൈമായി. അങ്ങനെ ഓപ്ഷൻ കൊടുത്തപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ BDS കൂടെ വെച്ചു. ആലപ്പുഴ ദന്തൽ കോളേജും കോട്ടയം ദന്തൽ കോളേജും മാത്രമേ ഞാൻ BDS വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് BDSലേക്ക് പോകാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ആയുർവേദം കിട്ടി. അപ്പം ഇനി അത് മതി, ഞാൻ മെന്റലി ഒന്ന് സെറ്റായി, ആയുർവേദത്തിൽ സെറ്റായി, ആയുർവേദം മതി, ഇനി ആയുർവേദം കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞ് ഇരിക്കുക. അങ്ങനെ ഞാൻ മോപ്പപ്പിൽ BDS വെക്കുമ്പോൾ എനിക്ക് BDS വേണ്ട, BDSനോട് വലിയ താല്പര്യമില്ല, BDSന് എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. ആയുർവേദം കിട്ടി, ആയുർവേദത്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആയുർവേദം പഠിക്കാം. എനിക്ക് ക്യാമ്പസ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ട്രിവാൻഡ്രം ആയുർവേദ കോളേജ് നല്ല രസമാണ്, ഫുള്ളി നല്ല ഗ്രീനറി, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമ്പസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അവിടുത്തെ. അപ്പൊ എനിക്ക് ഓക്കെ, നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. ഇതാകുമ്പം ആയുർവേദം ആകുമ്പോഴത്തേനും നമ്മൾ ആയുർവേദിക് മെഡിസിൻസാണ് പഠിക്കുന്നത്, ബാക്കി ഏകദേശം എല്ലാം ഓക്കെ എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ ഞാൻ ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി നമ്മളൊരു പർട്ടിക്കുലർ ലാംഗ്വേജ് പഠിക്കണം, സംസ്കൃതം. ഞാൻ ലൈഫിൽ ഇതുവരെ സംസ്കൃതം പഠിച്ചിട്ടില്ല. അപ്പൊ സംസ്കൃതം പഠിക്കണം. അങ്ങനൊരു സംഭവം വന്നപ്പം എനിക്ക് ആയുർവേദത്തിനോടൊരു വിരോധം തോന്നി. കൂടുതലും സംസ്കൃതത്തിലാണ് ആയുർവേദം കണ്ടിന്യൂ ചെയ്യുന്നത്. ആയുർവേദം എന്ന് പറയുന്ന ഒരു എൻറ്റയർ സിലബസ് സംസ്കൃതം. അപ്പൊ നമ്മൾ സംസ്കൃതം പഠിക്കണം, സംസ്കൃത ലാംഗ്വേജ് പഠിക്കണം, സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ, ആയുർവേദം എനിക്ക് സെറ്റ് ആവില്ല. കാരണം ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. സംസ്കൃതം ഒക്കെ ഓക്കെ കുട്ടികൾക്ക് സെറ്റാണ്. പക്ഷെ ആയുർവേദത്തിൽ നമ്മൾ ബേസിക്കലി സംസ്കൃതം പഠിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് സംസ്കൃതം എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ, വേണ്ട, ആയുർവേദം സെറ്റ് ആവില്ല. BDS കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആയുർവേദം തന്നെ നിൽക്കാം എന്നുള്ളൊരു മെന്റലി അങ്ങനെ നിൽക്കുക. BDS കിട്ടുവാണെങ്കിൽ ഓക്കെ, BDS എടുക്കാം, ആയുർവേദമാണ് ആയുർവേദം. ഓക്കെ, അങ്ങനെ BDS അലോട്ട്മെന്റ് കൊടുത്തു. അങ്ങനെ മോപ്പപ്പിൽ എനിക്ക് ആലപ്പുഴ ദന്തൽ കോളേജിൽ BDSന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ ആലപ്പുഴ ദന്തൽ കോളേജിൽ ജോയിൻ ചെയ്തു. ഇതിപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് 6 മാസം ഞങ്ങളുടെ സെക്കൻഡ് ആവറേജ് എക്സാം വരുന്നു. അങ്ങനെ അടിപൊളി കോഴ്സാണ്. ഇപ്പം റിഗ്രറ്റ് അടിക്കുന്നില്ല. ആയുർവേദം കളഞ്ഞു, നീറ്റ് എക്സാം ഒന്നുകൂടെ എഴുതായിരുന്നു എന്നോർത്ത് റിഗ്രറ്റ് ഇപ്പം ഇല്ല. ഇനിയും ഭാവിയിൽ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാമല്ലോ, നമുക്ക് അവസരം ഉണ്ടല്ലോ. എത്ര പേര് ഇപ്പം 5 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്, BSc കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്, BDS കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ നീറ്റ് എക്സാം നമുക്ക് വീണ്ടും എഴുതാം, ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് എന്തായാലും BDS ഒരു അടിപൊളി കോഴ്സ് തന്നെയാണ്, എനിക്ക് മനസ്സിലായി. കാരണം വെറും പല്ലുവരി മാത്രമല്ല, കുറെ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം നോക്കിയാണ്, നല്ല രസമാണ്. ഇപ്പം BDS കോഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോന്നു. അപ്പൊ ഇതാണ് എൻ്റെ നീറ്റ് ജേർണി എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത നീറ്റ് എക്സാം വരാൻ പോവാ, കുറച്ച് ദിവസങ്ങളോട് എന്തോ ഉള്ളൂ. മെയ് 5-ാം തീയതി സംതിങ് എന്തോ ആണ് എക്സാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക,
എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന പിള്ളേരുണ്ടല്ലോ നെക്സ്റ്റ് ഇയർ അടുത്ത റിപ്പീറ്റേഴ്സ് ബാച്ചിന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് കയറുന്ന ടൈം തന്നെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പഠിക്കാം. നമ്മൾ ഭയങ്കര അടിപൊളിയാണ്, നമുക്കെല്ലാം ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച് നമുക്ക് എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, നമുക്ക് ഫുൾ ചെയ്യാം, അങ്ങനെ നമുക്ക് ഭയങ്കര ധാരണ ഉണ്ടാവും. പക്ഷെ അങ്ങനൊന്നുമല്ല. നമ്മൾ ബയോളജി +1 +2 ബയോളജി എന്തായാലും നമ്മൾ ഫുൾ NCERT വായിക്കണം. ഈ ബയോളജി മാത്രം നമ്മൾ മെയിൻലി NCERT ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ +1 +2 ഇനോർഗാനിക് കെമിസ്ട്രി അത് എന്തായാലും നമ്മൾ ഒറ്റ ലൈൻ പോലും വിടാതെ NCERT വായിച്ചിരിക്കണം. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രി അതെങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ കെമിസ്ട്രി നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ആ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇക്വേഷൻസ് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ ഫിസിക്കൽ കെമിസ്ട്രി കൈ നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ട് മാത്രം നമ്മൾ മെയിൻ ഓർഗാനിക്കിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ഓർഗാനിക് നമ്മുടെ കൈ നിൽക്കത്തുള്ളൂ. നമുക്ക് എന്തായി, ഓർഗാനിക്കായി, ഇൻഓർഗാനിക്കായി, ഫിസിക്കലായി. പിന്നെ ഫിസിക്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രി പഠിച്ച പോലെ തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇക്വേഷൻസ് എല്ലാം എഴുതിയെടുക്കുക. നമ്മൾ ഫിസിക്സ് ഞാൻ മനസ്സിലാക്കി എന്തെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ നോട്ട് എടുക്കുക. ഒരു ചെറിയ നോട്ട് എടുത്തിട്ട് ഓരോ പേജ്, ഇപ്പം ഒരു 40 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ഓരോ പേജ് ഓരോ ചാപ്റ്ററിന് വെച്ചെടുക്കുക. ആ ഒരൊറ്റ പേജിൽ നമ്മൾ ആ ചാപ്റ്ററിലെ മെയിൻ ഇക്വേഷൻസ് എല്ലാം എഴുതാം. കൂടുതൽ പേജിലേക്ക് പോകരുത്, ലാസ്റ്റ് നമുക്ക് പണി കിട്ടും. ആ ഒരൊറ്റ പേജിൽ നമ്മൾ ഫുൾ ഇക്വേഷൻസ് എഴുതിയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ ഫിസിക്സ് നമ്മുടെ കയ്യിലാണ്. ഉറപ്പായിട്ട് നമുക്ക് ഫിസിക്സ് എടുക്കാൻ പറ്റും. നമുക്ക് ഫിസിക്സ് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. സീരിയസ്ലി ഫിസിക്സ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഫിസിക്സായി, ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക്കായി, ഓർഗാനിക്കായി, ബയോളജി. അപ്പം ഇതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടുത്ത വർഷം 2024 നീറ്റ്, അല്ല 25 2025 നീറ്റ് നമുക്കുള്ളതാണ്. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ചിലവർ ചോദിക്കും ബ്രില്യൻ്റ് ആണോ സൈലം ആണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നല്ലതെന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ബ്രില്യൻറ്റിലെ ഞാൻ പറയാം, ബ്രില്യൻറ്റിൽ ക്ലാസ്സസ് ഒക്കെ അടിപൊളി, നല്ല ഫാക്കൽറ്റീസാണ്, നല്ല പ്രൊഫസേഴ്സാണ്, അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ ബ്രില്യൻറ്റിൽ നമ്മൾ ഇപ്പം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും, ഇപ്പം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മൾ വിചാരിക്കണം പഠിക്കണം എന്നുള്ള, നമ്മളെ ആരും ഫോഴ്സ് ചെയ്യാൻ ആരുമില്ല. ബ്രില്യൻറ്റ് എനിക്ക് വേണം, എനിക്ക് പഠിക്കാൻ, എനിക്ക് കുഴപ്പം. ആ ഒരു സംഭവം ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അങ്ങനെ. ഇപ്പം ബ്രില്യൻറ്റ് ഞാൻ എടുക്കുവാണെങ്കിൽ, ഇപ്പം ഞാൻ ബ്രില്യൻറ്റ് ഇരുന്നതിന് ഞാൻ പറഞ്ഞില്ല, സൈലത്തിന്റെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ബ്രില്യൻറ്റിലെ ചില ക്ലാസ്സൊക്കെ അടിപൊളി ക്ലാസ്, അത് എവിടെയും കിട്ടത്തില്ല. അതുപോലെ തന്നെ സൈലത്തിലെ ചില ക്ലാസ്സൊക്കെ അടിപൊളി ക്ലാസ്, അത് എവിടെയും കിട്ടത്തില്ല. ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് ബ്രില്യൻറ്റിൻ്റെതായ രീതിയിൽ അടിപൊളി ഫാക്കൽറ്റീസാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലായിടത്തും എല്ലാ ക്ലാസ്സും അടിപൊളിയാണോന്നില്ലല്ലോ. ബ്രില്യൻറ്റിൻ്റെതായ രീതിയിലുള്ള ക്ലാസ് ബ്രില്യൻറ്റിൽ അടിപൊളിയാണ്, സൈലത്തിൻ്റെതായ രീതിയിലുള്ള ക്ലാസ് സൈലത്തിന് അടിപൊളി. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഒപ്പീനിയനാണ്. നമ്മൾ കാശ് കൊടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഏത് സോഴ്സ് ആണോ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിക്കാം. എന്റെ ഹോസ്റ്റലിൽ തന്നെ ബ്രില്യൻറ്റിൽ പഠിച്ചുകൊണ്ട് തന്നെ സൈലത്തിന്റെ ക്ലാസ് കാണുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഫിസിക്സ് വാല തന്നെ ഫോളോ ചെയ്ത് പഠിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ. അപ്പം നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പം ബ്രില്യൻറ്റ് ഇരുന്നു, ഞാൻ ബ്രില്യൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പൊ എനിക്ക് ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ചില ഷോർട്ട് കട്ട് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഫിസിക്സ് വാല യൂസ് ചെയ്യേണ്ടി വന്നു. ചില കൺസെപ്റ്റ് ഒക്കെ ബ്രില്യൻറ്റിനെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സൈലം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തു. എന്റെ സോഴ്സ് ആണ്, എനിക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട എല്ലാ സോഴ്സും യൂസ് ചെയ്ത് ഞാൻ പഠിച്ചു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ അധികം ഇപ്പം മണിക്കൂറുകൾ നീണ്ട ക്ലാസ്സിലല്ല നമ്മൾ കൊടുക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പം 2 മണിക്കൂർ 3 മണിക്കൂർ നീണ്ട ക്ലാസ്സിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു സ്പീഡും ഒരു ഐഡിയ നമുക്ക് വർക്കാവും. അപ്പം ഇനിയും റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ അതുപോലെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അടിപൊളി വീഡിയോസ് ചെയ്യാൻ തോന്നും. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ബൈ.